ഓടാമ്പൽ. സ്വപ്നങ്ങളെ അകത്തിട്ട് പൂട്ടാൻ ഓടാമ്പലിന് കഴിയും. അതുപോലെ സ്വപ്നലോകത്തേക്ക് തുറന്നിടാൻ എല്ലാ സന്തോഷങ്ങൾക്കും സന്താപങ്ങൾക്കുമിടയിൽ ഒരോടാമ്പലുണ്ട്. കാലത്തിന്റെ ഉലയിൽ ഊതിക്കാച്ച് മിനുക്കിയെടുത്തൊരു ജീവിതയാത്രയുടെ സാക്ഷാൽ അഥവാ ഓടാമ്പൽ. മത്സരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. 538 പരമ്പരകൾക്ക് ശേഷം 539 പരമ്പരയിലാണ് നമ്മൾ ഇന്ന് വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്നത്. അതെ, ചോദ്യങ്ങളും ഉത്തരങ്ങളും പരസ്പരമെയ്യുന്ന ക്യാഷ് ടേബിൾ എന്ന ചോദ്യോത്തര പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് ക്യാഷ് ടേബിളിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തൊടുക്കാനെത്തുന്നത് ഒരു വ്യത്യസ്ത വ്യക്തിത്വമാണ്, ബാലൻ മാസ്റ്റർ. ഒരുപാട് തലമുറകൾക്ക് അക്ഷരം പകർന്നു നൽകിയ, അറിവിന്റെ വഴിവെട്ടമൊരുക്കിയ പ്രിയപ്പെട്ട ബാലൻ മാസ്റ്റർക്ക് അറിവ് നൽകി ധനം നേടുന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ബാലൻ മാസ്റ്റർ മനസ്സിൽ അറിവ് നൽകി മൂർദാവിൽ ഉമ്മ വെച്ച് പടിയിറക്കിയ പല ശിഷ്യഗണങ്ങളും ഒരുപാട് ഉയർന്ന മേഖലയിലെ പ്രമുഖരാണ്, പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. എന്തു തോന്നുന്നു? നാസ്തിമേഘ സമം തോയം. മഴവെള്ളം പോലെ ശുദ്ധമായ വേറൊരു വെള്ളം ഇല്ലെന്നാണ്. അതുപോലെ തന്നെയാണ് അറിവ്. ശുദ്ധമായ അറിവിന്റെ മഴ നനഞ്ഞവൻ ഉയരങ്ങളിൽ എത്തിയിട്ടേയുള്ളൂ. കാലം എന്നെ നിയോഗിക്കുന്നു, ഞാൻ ആ കർമ്മം ചെയ്യുന്നു. ഇവിടെ എത്തിപ്പെട്ടതും അതിന്റെ ഒരു ഭാഗമെന്ന് പറയാം, അല്ലേ? തീർച്ചയായും. വിശപ്പ് രുചി വർദ്ധിപ്പിക്കുമെന്ന് പറയും. അറിവും ഒരർത്ഥത്തിൽ ഒരു വിശപ്പാണ്. യഥാസമയത്ത് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് യഥാർത്ഥ രുചി ഉണ്ടാവുന്നത്. അറിവിനേക്കാൾ അനുഭവ സമ്പത്തുള്ള ഒരാളായിരിക്കും ഒരു ഗുരുനാഥൻ. അങ്ങനെ ഒരനുഭവത്തിൽ നിന്ന് 2 വാക്ക് ഈ ഗുരുമുഖത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് പകർന്നാലും. ആരെയും സ്നേഹിക്കുമ്പോൾ അകന്ന് സ്നേഹിക്കുക, അളന്ന് സ്നേഹിക്കുക, അറിഞ്ഞ് സ്നേഹിക്കുക. ഇല്ലെങ്കിൽ തീരാ ദുഃഖം തോരാ മഴ പോലെ നിങ്ങളുടെ മനസ്സിന്റെ നടുമുറ്റത്തെന്നും പെയ്തുകൊണ്ടേയിരിക്കും.
സർവധർമ്മേഷ്ടു മധ്യമാം, എല്ലാറ്റിനും ഇടയ്ക്കുള്ള വഴിയേ പോകുക. അസലാത്തുൽ ഹൈറുൽ മിനന്നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് പ്രാർത്ഥന. നല്ലതിലേക്കുണരുക, പ്രാർത്ഥിക്കുക, പിന്നെ നല്ല യാത്രകളെ തിരഞ്ഞെടുക്കുക. യെസ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്നിട്ട് ബാലൻ മാഷ് തിരഞ്ഞെടുത്ത യാത്രകളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: മുകളിലേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത ഒന്ന് എന്താണത്? പ്രായം, വയസ്സ്, അതിനോടൊപ്പം കൈവിട്ടു പോകുന്ന ബാല്യം, കൗമാരം, യൗവനം. ശരി, എങ്കിൽ തിരിച്ചു പോവാം കുമാരനല്ലൂരിലേക്ക്. ബാലൻ മാഷ് ആവുന്നതിനു മുമ്പ് ബാലൻ മാത്രമായിരുന്ന, ബാലനായിരുന്ന കുമാരനല്ലൂരിലെ ഇന്നലകളിലേക്ക്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ടു കാതിൽ. മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. അന്നെന്റെ മാനസജാലകവാതിലിൽ, അന്നെന്റെ മാനസജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. വൃശ്ചികരാവിൻ മച്ചകത്തന്നു ഞാൻ കണി കണ്ട ചന്ദ്രിക മായാതെ നിൽപ്പു. ആദ്യാനുരാഗമായുണർന്നു നിൽപ്പു, ആദ്യാനുരാഗമായുണർന്നു നിൽപ്പു.
ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ, ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ അമ്മ എന്നിലിരിപ്പു അനുഗ്രഹമായി. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ഇതാണ് കുഞ്ഞീബി, കുമാരനെല്ലൂരിന്റെ പ്രിയപ്പെട്ട കുഞ്ഞീബി. കടവത്ത് ഒരു ചെറിയ ചായക്കടയുണ്ട് കുഞ്ഞീബിക്ക്. മുതലാളിയും തൊഴിലാളിയും ഒക്കെ കുഞ്ഞീബിയാ. പക്ഷെ മനസ്സ് ഒരു മുതലാളിയുടേതുമല്ല, തൊഴിലാളിയുടേതുമല്ല. നേരുകൾ ഉള്ളിൽ തട്ടുമ്പോൾ ചിരിക്കാനും കരയാനും കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ്. കടത്തുകാരൻ അബുവിന്റെ കയ്യിൽ ഒരു വലിയ പൊതി ഏൽപ്പിച്ചതിനു ശേഷമേ കുഞ്ഞീബി എന്നും കട തുറക്കാറുള്ളൂ. ഭക്ഷണം കിട്ടാതെ ആരൊക്കെയോ അലയുന്നുണ്ട്. ഒരിക്കൽ ആർക്കൊക്കെയോ പ്രിയപ്പെട്ടവനായി തീർന്ന് ഇന്ന് തെരുവിൽ ഏകനായവൻ. അവരുടെ വിശപ്പ് മാറ്റാനാണ് അബുവിന്റെ കയ്യിൽ എന്നും മുടങ്ങാതെ ഏൽപ്പിക്കുന്ന ഈ പൊതി. കഥകൾ പറയാൻ കാലത്തിനൊരുപാടുണ്ടാവും. കുഞ്ഞീബി, അതെ, മാതൃസ്നേഹത്തിന്റെ ഓമന പേരിട്ട് വിളിച്ച കുഞ്ഞീബി എന്ന എന്റെ കുഞ്ഞുമ്മ. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞു പോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജന്മപുണ്യം പോലെ. തൂവാർമുകിലെ കിനാറിലെ മുത്തായി നീ വന്നു. നാട്ടാർക്കിപ്പം കുഞ്ഞീബിന്ന് പറഞ്ഞ 1000 നാവാ. ഓള് ചെയ്യുന്നത് നല്ലൊരു കാര്യല്ലേ? അതിന് ഇജ്ജെന്തിനാ ഇങ്ങനെ ചൊറിഞ്ഞു പുണ്ണുണ്ടാക്കുന്നേ? ഓൾ എന്ത് ചെയ്തിന്നാ ഈ പറയണ ദേവകിയെ? തീവണ്ടിയില് ചായ വിൽക്കാൻ പോയ കുഞ്ഞീബീന്റെ മാപ്പിള 4 കൊല്ലായി പോയിട്ട് ചത്തിനോ ജീവിച്ചിനോന്ന് ഇപ്പൊ ഈ നാട്ടില് ആർക്കും ഉറപ്പില്ല. ഇങ്ങനെയൊക്കെ നടന്നാലേ എത്രയായാലും കണ്ണിലെ കണ്ണീര് വറ്റിയാലും മനസ്സിലെ കണ്ണീര് വറ്റുവോ ഒരു പെണ്ണിന്? ഇപ്പോഴതാ കടവത്ത് ഒരു ചെറ്റ കുത്തിമറിച്ച് പേരിനൊരു ചായപ്പീടിയും അരച്ച മാവിന്റെ ബാക്കി കൊണ്ട് കുറെ വെള്ളാപ്പവും ചുട്ട് ആരും ഇല്ലാത്തവർക്ക് കൊണ്ടുകൊടുത്ത് നടത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം. കാര്യം അറിയാതെ പറയല്ലാന്നേ. ഓളെ ഭർത്താവ് ജീവിച്ചോ മരിച്ചോ എന്നല്ല, അതിന്റെ പേരില് കുഞ്ഞീവിനെ പറ്റി ഒരു തെറ്റായ വാക്കുപോലും ആരും പറയാറുമില്ല. നാളെ എന്നെ ഇന്നെയെല്ലാം നാട്ടുകാർക്കും വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടാണ്ടായാൽ അനാഥരും അഗതികളും തന്നെയാ ഇമ്മളും. ഓരോ വിശപ്പ് മാറ്റാനാ കുഞ്ഞിബി ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമോ? എന്റെ ദാസേട്ടൻ എങ്ങാനായി വെക്കണം. റോഡുമ്മ കിടക്കുന്നവർക്ക് ചോറും കറിയും ബേ. കുഞ്ഞീബിനോട്ട് ഞാനെങ്ങനെയാ പണിയെടുക്കുന്നതെങ്കിലേ കൊത്തി മുറിച്ച് തന്നെ എപ്പോ അടുപ്പിൽ വെച്ചിട്ടുണ്ടാവും. മൂപ്പര് ചോറ് തിന്നുന്ന പ്ലേറ്റിലേ ഒരു പൊടി കണ്ടിക്കുണ്ടെങ്കിലേ 10 പ്രാവശ്യം കഴുകിക്കുക എന്നെ കൊണ്ട്, അതും ചൂടുവെള്ളത്തില്. അത്ര വൃത്തിയാ ദാസേട്ടന്. ഇതൊക്കെ പ്രഹസനാന്നേ.
നാട്ടുകാരെ മുന്നിൽ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പൊങ്ങച്ചക്കുപ്പായം. ഇപ്പോഴതാ ഏതോ ഒരു ചെക്കനെ വഴീന്ന് കിട്ടിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോന്നിക്ക്. അപ്പം ചുട്ട് നാട്ടുകാരെ പോറ്റുന്ന പൊങ്ങച്ചം പോരാഞ്ഞിട്ട് തെരുവിലുള്ള കുട്ടികൾക്ക് പോരേന്റെ ചെയ്തിക്കല് അഭയം കൊടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാക്കി എടുക്കാനായിരിക്കും. കേട്ടതാണ് കുഞ്ഞിവിത്ത, ഞമ്മളീ കാതുകൊണ്ട് കേട്ടതാണ്. പുഴക്കടവില് നിങ്ങളെ കൊണ്ട് പറയണത് കേട്ടപ്പോ നെഞ്ചു പൊള്ളിപ്പോയി. ഞമ്മളെ രണ്ടു വർത്താനം പറഞ്ഞാലൊന്ന് നിരീച്ചതായി ഞമ്മള്. അങ്ങനൊരു ഭർത്താനം ഉണ്ടാക്കിട്ട് ഈ ഇവിടെ വന്നാ പിന്നെ അന്റെ സ്ഥാനം ആ വേലിക്ക് പുറത്താ. എതിര് പറയാൻ പുറത്ത് 10 ആളുണ്ടാവുമ്പോഴാ ഏറ്റെടുത്ത പണി ധൈര്യത്തോടെ ചെയ്യാൻ തന്റെ ഉണ്ടാവുക. അങ്ങനെയാ കുഞ്ഞീബി പഠിച്ച് ജീവിതം പഠിപ്പിച്ചതും. നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം കളിക്കാനും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ കളിയെല്ലാം കളിക്കുന്നെന്നാ ഓര് പറയുന്നേ. ഇതെന്താന്നറിയോ എനക്ക്? അല്ല, നാട്ടുകാര് പറയുന്നതിന്റെ ഇങ്ങക്ക് ശരിക്കും തകരാറുണ്ടോ? ഈ ചോദിച്ചതിന് സമാധാനം പറയ്. പൈസയല്ലേ? അല്ല, ഇത് എന്റെ പോക്കറ്റില് അനങ്ങാണ്ട് കിടക്കണ കാലത്തോളം വെറും കടലാസാ, വെറും കടലാസ്. ഇത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടുമ്പോഴാണ് അത് പൈസയാവുന്നത്, അതിന് മൂല്യം ഉണ്ടാവണത്. അതുപോലെ ഞാനും നീയും അനങ്ങാണ്ട് നിക്കണ കാലത്തോളം ഈ കാലത്തിന്റെ കണ്ണില് ഞമ്മള് വെറും കടലാസാ. ആളുകൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോഴാണ് മൂല്യം ഉണ്ടാവുന്നത്. അതിന്റെ പേര് സർട്ടിഫിക്കറ്റ് എന്നല്ല, പടച്ചോന്റെ കണക്ക് പുസ്തകം എന്നാ. ഈ മണ്ണില് ജീവിതം കഴിച്ചുകൂട്ടി മടങ്ങി പോകുമ്പോ പടച്ചോന് തിരിച്ചേൽപ്പിക്കാനുള്ള കിതാബ് കൂടുതൽ താളിലും നന്മകൾ എഴുതി വെക്കണം എന്നെയാണ് കുഞ്ഞീബിക്ക്. കാരണം ഇവിടുത്തെ മനസ്സന്മാരെക്കാളും പടച്ചോനെ പേടിയാടാ കുഞ്ഞീബിക്ക്. 4 വർഷമായി ഞമ്മളെ മാപ്പിള ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. പലരും പലതും പറഞ്ഞ് വിശ്വസിച്ചില്ല ഞമ്മള്, വിശ്വസിക്കുന്നുമില്ല ഞമ്മള് തിരിച്ചു വരൂന്ന്. ഇപ്പോഴും ഞമ്മളെ മനസ്സ് പറയുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരാണ് അബു ജീവിതം. ഞമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഞമ്മളെയൊക്കെ ഊന്നുവടി. കടലിന്നക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി എങ്ങിവിടെ കഥനക്കടലിന്നിക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമായി. പൊൻപുലരി ഉണർന്നോ ദൂരെ, പൂവന്തിച്ചു വന്നോ ദൂരെ, ഒരു സാന്ത്വന മന്ത്രം പോലെ, ഒരു സംഗമരാഗം പോലെ. ഇനിയെന്നാ സ്വപ്നം പൂക്കുമോ, ഇനിയെന്നാ സ്വർഗം കാണുമോ? അങ്ങകലെ എരുതിക്കടലിന്നക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി. ഇങ്ങിവിടെ കഥനക്കടലിന്നിക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമായി.
ആശ്രയമെന്തിനു വരെ ഈ കൈകൾ താങ്ങും തണലുമായുള്ളപ്പോൾ വീടെനിക്കെന്തിനു വേറെ കര കാണാ കായൽ നീന്താം കതിർ കാണാ കിളിയായി പാടാം ഈ ലഹരിയിൽ ഒഴുകാമാടാം ഒരു തീരം തേടി പോകാം ഇതുവഴിയേ ഇനി വരുമോ പുതുപുത്തനുഷസിൻ തേരൊലി ഒരു പുതുയുഗ സന്ധ്യാശംഖോലി അങ്ങകലെ എരുതി കടലിനക്കരെ അക്കരെ ദൈവമിരുപ്പു കാണാ കണ്ണുമായി എങ്ങിവിടെ കഥനക്കടലിൻ ഇക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമാ നീ ഇന്ന് കടലോളം കനിവുമായി നിൽക്കുമ്പോൾ പൂങ്കനവെന്തിനു വരെ ഏകാന്ത സൂര്യനായി നീ മുന്നിലുള്ളപ്പോൾ കൈവിളക്കെന്തിനു വേറെ ഈ തിരയുടെ തുടിയിൽ താളം ഈ തന്ത്രിയിലേതോ രാഗം ഈ പുല്ലാങ്കുഴലിൽ പോലും കുറുമാനജയമുനാരാഗം സാഗരമേ സാന്ത്വനമേ ഇനി എങ്ങാണെങ്ങാ സംഗ്രമം എങ്ങാണെങ്ങാ സംഗമം അംഗകളെ എരുതിക്കടലിനക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി ഇവിടെ കഥനക്കടലിൻ ഇക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമാ പൊൻപുലരി ഉണർന്നോ ദൂരെ പൂവന്തിച്ചു വന്നോ ദൂരെ ഒരു സാന്ത്വന മന്ത്രം പോലെ ഒരു സംഗമരാഗം പോലെ ഇനി എന്ന സ്വപ്നം പൂക്കുമോ ഇനി എന്ന സ്വർഗം കാണുമോ أشهد أن لا إله إلا الله أشهد അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ നാട്. ഖവാലികളുടെ ദിവ്യ സന്ദേശങ്ങൾ പിറന്ന മണ്ണ്.
ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് റജബ് 6, ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരിയുടെ വഫാത്ത് ദിനമാണ്. എന്തായാലും നിങ്ങൾ വന്ന വഴി തെറ്റിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. അസ്സലാമലൈക്കും. അലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. 4 വർഷമായി പെട്ടെന്ന് ഒരു ദിവസം പണിക്ക് പോയെടുത്തുനിന്ന് കാണാണ്ടായി. വേണ്ടപ്പെട്ടവരിക്കെല്ലാം പരാതി കൊടുത്ത്, പക്ഷേങ്കിൽ ഒരു വിവരവും കിട്ടിയില്ല. മൂപ്പര പേരെന്തായാലും പറഞ്ഞേ? കബീർ, മുല്ലമുറ്റത്ത് കബീർ. പല ദിക്കിന്നായി വഴിതെറ്റി വന്നോലും മനസ്സിന്റെ താളം തെറ്റി എത്തിപ്പെട്ടോലുമായിട്ട് കുറെ ആളുകളുണ്ട് ഇവിടെ. പുഷ്കറിലെ ഇങ്ങളെ ചങ്ങായി അങ്ങനെ ഒരു സംശയം പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. ഇതാണ് ആള്. നാല് കൊല്ലം മുമ്പാണ് കാണാണ്ടായത്. പക്ഷേങ്കിൽ ഇതൊരു 5-8 കൊല്ലം മുമ്പുള്ള ഫോട്ടോ ആണ്. ഈ കാണുന്നതാണ് കബീറിന്റെ ബീവി, കുഞ്ഞീബി. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം അറിയണ കുഞ്ഞീബി. കുഞ്ഞീബീനെ ആശ്രയിച്ച് കഴിയണ കുറേ ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ. ഒരു ദിവസം കുഞ്ഞീബി ഒന്ന് കിടന്നു പോയാൽ, കുഴങ്ങിപ്പോയാൽ പട്ടിണിയായി പോണ കുറേ ആൾക്കാരുണ്ട്. കബീറിനെ കാണാണ്ടായിട്ടും കാത്തിരിപ്പ് കൈവിടാണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരുതലോടെ ചേർത്ത് പിടിക്കണ കൊണ്ടാവും പടച്ചോൻ ഓളെ കൈവിടാണ്ട് കാക്കുന്നേ. എന്തായാലും ഇങ്ങൾ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഓനുണ്ടാവുന്നു തന്നെയാണ് നമ്മളെ മനസ്സും പറയണേ. ബേജാറാവണ്ട, എന്നൊക്കെ അന്വേഷിക്കാം. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറം ഒരു ഗ്രാമചന്ത നടക്കുകയാണ്. അത് അവിടുത്തെ വലിയൊരാഘോഷാണ്. കുറേ ആളുകളെ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഇങ്ങളെ കബീർ ഉണ്ടെന്നാ മനസ്സ് പറയണത്. മഗ്രിബിന് മുമ്പ് അവര് തിരിച്ചു വരൂ. ആ കൂട്ടത്തിൽ കബീർ ഉണ്ടാവാൻ പടച്ചോനോട് പ്രാർത്ഥിക്കണം. മുന്ന, ഇനിയും ഒരുങ്ങിയില്ലേ നീ? തിക്കടി പെണ്ണെ, ഒരു 5 മിനിറ്റ്. നോക്ക്, ചന്തയിലേക്കുള്ള കാളവണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. കാളക്കാരൻ കുറെ നേരായിട്ട് അലറി വിളിക്കുക. പോണ വഴിയിലൊക്കെ നിറയെ കുണ്ടും കുഴിയ. ഇപ്പോഴേ വൈകി, ഒരുപാട് സമയമെടുക്കും ചന്തയിലെത്താൻ. ഇല്ല, ഇനി വൈകില്ല. ദാ ഞങ്ങൾ ഇറങ്ങി. അയാളോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. നിന്റെ അണിഞ്ഞൊരുങ്ങൽ ഒരു കാലത്ത് തീരില്ല. എത്ര ഒരുങ്ങിയാലും മതിയാവുകയില്ല. അല്ല, കഴിഞ്ഞില്ലേ ഇനിയും? മുന്ന, നീ ഇന്നും ഇന്നലെ ഒന്നും കാണുന്നതല്ലോ അവളെ. അതെങ്ങനെയാ? അജ്മീരിന്റെ സുന്ദരി കോതയല്ലേ. നമ്മളെ പോലെ ഉള്ളതും വാരി ചുറ്റി അത്ര പെട്ടെന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? മുന്ന, ഞങ്ങൾ ഇറങ്ങാട്ടോ. നിന്റെ കണ്ണെത്തും മുഖത്തും കഴിഞ്ഞ് നടന്നു വന്നോ. എന്റെ പെണ്ണേ, നീ ഒന്ന് വായടക്ക്. ഞാനിതാ ഇറങ്ങി. निकलो ना बेनका, जमाना खराब है.
ले ये शबाब जमाना എടി പെണ്ണേ, പുഷ്പമേളയിൽ നീ ഇങ്ങനെ പോയി നിന്നാലേ അവിടുത്തെ പൂക്കളുടെ ഭംഗി തോറ്റുപോകും. കണ്ണു വെക്കാതടി കഴുതേ. നിങ്ങളെക്കാൾ ഇത്തിരി തൊലിവെളുപ്പും സൗന്ദര്യവും എനിക്കങ്ങ് കൂടിപ്പോയി. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അയ്യടാ, ഒരു ചുന്ദരി കോത നമ്മുടെ ചോളപ്പാടത്ത് കുത്തി നിർത്താം, കണ്ണു തട്ടാതിരിക്കാൻ. അതിനാർക്കും അവകാശം ഇല്ലാതെ ഇവിടുത്തെ കണ്ണ് കാണുന്നവർക്ക് മനസ്സിലാവും. ഇതിന്റെ മറുപടി പോകുമ്പോ ഞാൻ കാളവണ്ടിന്ന് പറഞ്ഞു തരാട്ടാ. ഉത്തരവ്. അതിനു മുമ്പ് എന്റെ കുട്ടി ഒരു ഉപകാരം ചെയ്യോ? എത്ര അമർത്തിയിട്ടും ഈ കൊലുസിന്റെ കണ്ണി വീഴുന്നില്ലടി. ചഞ്ചല, ഒന്ന് നോക്കിയടി ഇതൊന്ന്. അപ്പോ ഇറങ്ങാം, ആട്ടവും പാട്ടും നിറയുന്ന പുഷ്പഗ്രാമത്തിലേക്ക്. कुछ हमें खबर है नसीहत न कीजिए सब कुछ हमें खबर है नसीहत न कीजिए सब कुछ हमें खबर है नसीहत न कीजिए सब कुछ हमें खबर है नसीहत न कीजिए महकाया
എങ്ങനെയോ വഴിതെറ്റി നമ്മളിൽ ഒരാളായി 4 വർഷങ്ങൾക്ക് മുൻപ് ഈ അജ്മീരിൽ എത്തിപ്പെട്ട ആളാണ് കബീർ. നഷ്ടപ്പെട്ടു പോയവനെ പല കാരണങ്ങൾ പറഞ്ഞ് മറന്നു കളയാനുള്ളതിനു പകരം ദിക്കും ദിശയും തിരഞ്ഞ് അവസാനത്തെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു നാട്ടുകാരുടെ നല്ല മനസ്സാണ്. വിലാസങ്ങളിൽ നിന്ന് വിലാസങ്ങൾ തിരഞ്ഞ് കബീറിനെ കാണാനും കണ്ടെത്താനും കബീറിന്റെ നാട്ടുകാർ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിയത്. കബീർ അയാളുടെ സ്വന്തം നാട്ടിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ്. അവനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൈപിടിച്ച് ജീവിതകാലത്തിന്റെ മരച്ചില്ലയിൽ നിന്ന് 4 വർഷം ഒരു ദുസ്വപ്നം പോലെ കൊഴിഞ്ഞു പോയെന്ന് കരുതാം. ശിഷ്ടകാലം പ്രിയപ്പെട്ടവരുടെ കൂടെ തന്നെ ആവട്ടെ. ഈ മഹത്തായ മണ്ണിലെ നല്ല മനസ്സുകളുടെ പ്രാർത്ഥനകൾ എന്നും കൂടെയുണ്ട്. എരുതിക്കടലിനക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി എങ്ങിവിടെ കഥനക്കടലിൻ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമായി പൊൻപുലരി ഉണർന്നോ ദൂരെ വന്ദിച്ചു വന്നോ ദൂരെ ഒരു സാന്ത്വന മന്ത്രം പോലെ ഒരു സംഗമരാഗം പോലെ ഇനി എന്നാ സ്വപ്നം പൂക്കുമോ ഇനി എന്നാ സ്വർഗം കാണുമോ അങ്ങകലെ എരുതിക്കടലിൻ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമാ പോവണ്ടേ നാട്ടിലേക്ക്? അവിടെ ആരാ കാത്തിരിക്കുന്നതെന്നറിയോ? കുഞ്ഞീബി. എവിടെയാ നാടെന്നറിയോ? കുമാരനല്ലൂർ, കബീറിന്റെ സ്വന്തം നാട്. ഇതെവിടെയാന്നറിയോ? അജ്മീർ, രാജസ്ഥാൻ. എങ്ങനെയാ ഇവിടെ എത്തിയെന്നറിയോ? എത്ര വർഷമായി ഇവിടെ എത്തിയെന്നറിയോ? അതൊരു കഥയാണ്. കുമാരനല്ലൂരിൽ നിന്നും അജ്മീറിലേക്കുള്ള ദൂരത്തേക്ക് തീവണ്ടി ചക്രങ്ങൾ എത്തിച്ച കഥ. അന്ന് ഇതിലും സുന്ദരനായിരുന്നു കബീർ. ഓരോ സ്റ്റേഷനിലും കമ്പാർട്ട്മെന്റിലും കബീറിന്റെ ചായ വിൽപ്പനയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു താളമുണ്ടായിരുന്നു. ഓരോ പ്ലാറ്റ്ഫോമിലും കബീറിന്റെ സാന്നിധ്യം. ഓരോ കപ്പിലേക്കും നീ പകർന്ന ചായയേക്കാൾ മധുരമുണ്ടായിരുന്നു.
ഇവിടെ ആയിട്ട് വിറ്റതിന്റെയും കുടിച്ചതിന്റെയും കണക്കുകളൊക്കെ കാര്യമായിട്ട് കൂട്ടിക്കഴിച്ച് നോക്കുന്നുണ്ട്. നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ പഴയ ആളല്ല കബീർ, അങ്ങ് വടക്കേ നിന്ന് കൊണ്ടുവരുന്ന ഒരു പെണ്ണിന്റെ പുതുമാപ്പിളയാ. ആളെങ്ങനെയാ? സുന്ദരിയാ? ആയിരിക്കും. സുന്ദരനായ കബീറിന് മണവാട്ടിയായി വരുന്ന പെണ്ണേ എന്തായാലും മറിച്ചവൻ വഴിയില്ല. ശരി, ഏകാന്ത സ്വപ്നത്തിന് ഞങ്ങൾ തടസ്സമാവുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതുവരെ കബീർ കണ്ടോട്ടെ കൽബിലെ റാണിയെക്കുറിച്ച് ഒരു പ്രണയ സ്വപ്നം. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി, കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു, അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു. വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. രാപ്പകലുകളുടെ ഇടവാതിലിന്റെ ഓടാമ്പലുകൾ അടച്ചും തുറന്നും കൊണ്ടേയിരുന്നു. അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രക്കിടയിൽ കാലം മറക്കാതെ ഏൽപ്പിച്ച് ജരയും നരയും കൊഴിഞ്ഞുപോയ നല്ല സ്വപ്നങ്ങൾ ബാക്കി വെച്ച കാലത്തിന്റെ തെക്കിനിയിൽ ഓർമ്മകളുടെ ചിലന്തി വല നെയ്യാൻ തുടങ്ങി. ശിഷ്ടകാലം, കബീർ പഴയ ജീവിതത്തിലേക്ക്
പിച്ചവെച്ച് നടന്നു. ചട്ടി, കലം, നല്ല മീൻകറി വെക്കാൻ പറ്റുന്ന ഒന്നാന്തരം മീൻചട്ടി, പച്ചരി ചോറുണ്ടാക്കാൻ നല്ല ഒന്നാന്തരം മൺകലം, വറച്ചട്ടി, മീൻചട്ടി. ഓ, എത്തിയോ? കൊറേ നാളായാലും ഈ നാട്ടിൽ കണ്ടിട്ട്. മൺകലം വസന്ത, ഇത് മൺകലം വിൽക്കാനുള്ള വരവൊന്നും അല്ല. ഇങ്ങള് തിരിച്ചു വന്നല്ലോ. ഇനി അതെന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയണം. വല്ലാത്തൊരു പടപ്പ്. എന്നിട്ട് അത് 10-ന് 10,000 ഉള്ള ഉപ്പും മുളകും മസാലയും ഒക്കെ ചേർത്ത് നാട്ടുകാരെ മുന്നിൽ വിളമ്പണം. കുഞ്ഞിബിയേ, കുഞ്ഞിബിയേ. ഓ, എന്തൊരു പഞ്ചാര വെള്ളം കുടിച്ച വിളിയാണത്. എന്തൊക്കെയാണ് വിശേഷം? അല്ല, അന്റെ ബാപ്പ എപ്പതിന് വന്നീനേ കുഞ്ഞിബിയേ? അനക്ക് കണ്ണു കണ്ടൂടെ വസന്തേ? ഇത് ഞമ്മളെ ബാപ്പയാ, ഞമ്മളെ മാപ്പിളയല്ലേ? ആ, അല്ല, 5 കൊല്ലം മുമ്പ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോ മൂപ്പര് തൂക്കിപ്പിടിച്ച ചായപാത്രം പോലെ വെട്ടിത്തിളങ്ങിയ മനുഷ്യനായിനു. ഇതിപ്പം അടുപ്പിലിട്ട് ചുട്ട ചക്കക്കുരു പോലെ ആയിപ്പോയല്ലോ മോളെ. എല്ലാ ദിവസത്തെയും പേപ്പറിന്റെ 6ാമത്തെ പേജിൽ ഞാൻ നോക്കും. ഏടാ, അങ്ങനെ എത്ര കബീർമാറുണ്ട് അല്ലേ? പക്ഷേ തോട്ടത്തില് കബീർ എന്ന് ഏടെയും കണ്ടിക്കില്ല. അങ്ങനെയാണെങ്കില് അന്റെ പേരുണ്ടാവില്ലേ, ഭാര്യ കുഞ്ഞിബീന്ന്? അതുമില്ല. എന്തൊക്കെയാണ് പറയണത് വസന്തേ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ പോയ ഒരു മനുഷ്യൻ 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് വന്നിക്കില്ലെങ്കില് നമ്മളെന്താ വിചാരിക്കുക? ഒന്നെങ്കിൽ വണ്ടിന്ന് വീണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊയേല്. ഇത് പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? മൂപ്പര് സുഖമായിട്ട് തിരിച്ചെത്തിയേന് നിങ്ങൾ എന്നെക്കൊള്ള ചാടുക? ഇങ്ങക്ക് എണീറ്റ് പോയി മൂത്രമൊഴിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ചട്ടിയുണ്ട് എന്റെ അടുക്കെ. നിങ്ങൾ കുറെ കാലം വേറെ നാട്ടിൽ ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് വന്നതല്ലേ, അതുകൊണ്ട് പകുതി പൈസ തന്നാ മതി. വേണ്ട സമയത്തൊന്നും അന്നെ ഈ ബൈക്ക് കണ്ടിക്കില്ലായിനല്ലോ. ഇപ്പൊ എന്താ ഒരു പഞ്ചാര? അന്ന സമ്മതിക്കണം കുഞ്ഞീബിയേ. 4-5 കൊല്ലം മൂപ്പരിവിടെ ഇല്ലാനിട്ടു ജി പിടിച്ചു നിന്നല്ലോ. അന്റെ മനക്കട്ടിയും തൊലിക്കട്ടിയും ഭയങ്കരം തന്നെയാണ് മോളെ. അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായ വസന്തേ? ഈല് കൂടുതല് ഇനി എന്തുണ്ടാവാനാ കുഞ്ഞീബിയെ? തേക്കും തണ്ട് പോലത്തെ മനുഷ്യനല്ലേ, കപ്പത്തണ്ട് പോലെ വാടിക്കിടക്കണേ. രോഗവും പ്രയാസവും സാമ്പത്തിക അടിത്തറ ഇല്ലാണ്ടായ, ആർക്കും ആരെയും വേണ്ടാണ്ടായ, ഇങ്ങനെ തന്നെയാണ് കുഞ്ഞീബിയെ. ഇവിടെ ഇപ്പോ രോഗവുമില്ല, പ്രയാസവുമില്ല, സാമ്പത്തിക പ്രശ്നവുമില്ല. അതെനിക്കറിയാം. മൂപ്പര് പോയി 4-ാം നാൾ അത് ചത്തോ ജീവിച്ചോന്നറിയണേന് മുമ്പ് മാവ് കുഴച്ച് ആർക്കും വേണ്ടാത്തവർക്ക് അപ്പുണ്ടാക്കി ഊട്ടാനായിനല്ലോ അനക്ക് തിരക്ക്. ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ലാട്ടോ, അന്റെ ധൈര്യത്തെ പ്രശംസിച്ചതാ. ഒരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല വസന്തേ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടുള്ളതും തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ പോണതും. അല്ല, ഞാൻ പറഞ്ഞതാ, മുളക് ഉണക്കാനിട്ട പോലെ ഇങ്ങനെ കൊറേ കാലം കിടക്കേണ്ടി വരുവോ? ആരാ എന്നോട് പറഞ്ഞത് മൂപ്പര് കിടപ്പിലായിന്ന്, എഴുന്നേറ്റ് നടക്കൂലാന്ന്? ഇത്രയും കാലായിട്ടും മൂപ്പര് ഉസിരോടെ തന്നെ അങ്ങോട്ട് കേറി വന്നേ. കണ്ടാ പറയൂലാട്ടോ. എന്നാ കേട്ടത് നീയും പറഞ്ഞ് വഷളാക്കേണ്ട. അല്ല, മൂപ്പരെ തിരിച്ചു കിട്ടിയതിന് ശേഷം ഈ അപ്പം ചുടലും നാട്ടുകാരെ തീറ്റിക്കലൊക്കെ നിർത്തിയോ? ഞാൻ ചെയ്യണേന്റെ കൂലി പടച്ചോൻ എനിക്ക് തന്നോളൂ. അതിങ്ങനെ പറഞ്ഞു നടക്കണ കാര്യം വേണ്ട, പിന്നെ അത് ബർക്കത്താവൂല. ഇവിടെ ഇപ്പോ തൽക്കാലം ചട്ടിയും കാലം ഒന്നും വേണ്ട. മനസ്സിലായി. ഈ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് നാവോണ്ട് വേറൊന്ന് പറയണ സ്വഭാവം കുഞ്ഞീബിക്കില്ല. ഇവിടെ ഇപ്പോ ചട്ടിയും കാലൊന്നും വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് തിരിഞ്ഞ് നിങ്ങളും ഒരു പെണ്ണാണ്, ഞാനും ഒരു പെണ്ണാണ്, നിങ്ങൾക്കറിയാലോ.
എന്റെ കെട്ടിയോ തെങ്ങിന്റെ മേലേന്ന് പിടിവിട്ട് വീണാണ് മരിച്ചത്. പിടിവിട്ട് പകുതി വൈകിയെന്ന് തന്നെ തീർന്നീന്നാ നോക്കിയ ഡോക്ടർമാര് പറഞ്ഞേ. ഭൂമിന്ന് മരിക്കാൻ മൂപ്പർക്ക് യോഗം ഉണ്ടാവൂല. ആകാശത്ത് തന്നെ കാറ്റങ്ങ് പോയില്ലേ. അയിന് ഏടെ പോയാലും നിങ്ങളെ മാപ്പിള ഭൂമിയിലേക്ക് തന്നെ തിരിച്ചെത്തിയല്ലോ. അത് തന്നെ ഭാഗ്യം. ചട്ടി വേണ്ടെങ്കിൽ വേണ്ട, ഈ കൂട്ടെ ഒന്ന് പിടിക്കേ. എന്നാലും വല്ലാത്തൊരു ഭാഗ്യവതി തന്നെയാണ് നിങ്ങള്. നിൽക്ക്. ഒരിക്കലും തിരിച്ചു വരൂലാന്ന് വിശ്വസിച്ചിട്ടില്ല നമ്മള്. തിരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. കിട്ടി. പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പടച്ചോ നമ്മളെ പ്രേരിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെ ചേർത്തു പിടിക്കാൻ. തെരുവിൽ കഴിയേണ്ടവരല്ല എന്റെ ഉമ്മ, ഉപ്പ, എന്റെ കൂടെപ്പിറപ്പ്, എന്നെ ജീവിത സഖിയാക്കിയവൻ, എന്റെ ഇരിപ്പിടവും എന്റെ കട്ടിലും എന്റെ ഭക്ഷണത്തിന്റെ പ്രിയമേറും പങ്കും എന്റെ വസ്ത്രത്തിൽ വിലപ്പെട്ടതും നൽകി എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതായി പോയവരെ, അവരിൽ ഒരാൾക്ക് ഞാൻ അഭയം കൊടുത്താൽ, ഒരു വീട് അഭയം കൊടുത്താൽ, ഒരു നാട് അഭയം കൊടുത്താൽ, ഒരു സമൂഹം അഭയം കൊടുത്താൽ ഇവിടെ ഓരോ അഗതി മന്ദിരങ്ങളും അടച്ചുപൂട്ടാം. അതിനാണ് ഇനി കുഞ്ഞീബിയുടെ പുറപ്പാട്. സ്തുതിയാൻ കടലേ നബിയോരി സലാത്തും കിട്ടേ. സുബഹിബാഗിയുണർന്നിട്ട് മനസാലെ തുജുദേ ഉണരണോ ഇസ്ലാം. മനിതർ തഴമ്പുള്ള വിരിവേറ്റി തടവിക്കൊണ്ട് മനം പോലെ മുഖം കാട്ടും മനുഷ്യന്റെ സുഖം കാട്ടും കരുകാല സ്നേഹീ വീഴും അവരുടെ പടപാട്ടിൻ ഇടയിലും കിളിർക്കും കുട്ടാ, എന്തൊക്കെയോ മഹാത്ഭുതങ്ങൾ കാണാനുണ്ട് കൽക്കത്തയിലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ പാതിരാക്കി എവിടെയാ നീ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നേ? നല്ല മഞ്ഞ്. പപ്പാക്ക് ഇപ്പോ വലിവ് കൂടും. ഇല്ല പപ്പ, മമ്മ ഒരു 10 മിനിറ്റ്. കുറെ സമയമായില്ലേ ഡ്രൈവ് ചെയ്യുന്നു. ഒന്ന് ഫ്രഷ് ആവാനൊന്ന് നിർത്തിയതാ. മോൾ ആ ഷാള് തലയിലൂടെ ഇട്ടേ. നല്ല മഞ്ഞ. ഇനി ജലദോഷം വരുത്തി വെക്കേണ്ട. ഈ മഹാത്ഭുതങ്ങളുണ്ടെന്ന് പറഞ്ഞ കൊൽക്കത്തയിലേക്ക് ഇനി ഒത്തിരി ദൂരം ഉണ്ടോടാ? അത് പപ്പ, ഇതാ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇറങ്ങാം. മറ്റന്നാൾ പുലർച്ചെ. പപ്പ എന്തിനാ പേടിക്കുന്നേ? ശ്വാസം മുട്ടിനുള്ള ഗുളികയൊക്കെ നമ്മൾ എടുത്തില്ലേ? അഥവാ വല്ല അസുഖറ്റം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കണ്ടെന്ന്. അതിനടുത്തൊക്കെ ഹോസ്പിറ്റലില്ലേ? ശരി, ഫ്രഷ് ആയിട്ട് യാത്ര തുടരാം. ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ കുട്ടാ? ഇനി ഉറക്കക്ഷീണുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി തന്നെ ഇരിക്കാം.
നിന്റെ ക്ഷീണം മാറിയിട്ട് പോവാം. ഇനി അത്ര ബുദ്ധിമുട്ടാച്ചാ. വണ്ടി എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കയറ്റി നിർത്തി കാര്യം പറഞ്ഞ് അവിടെ നിന്നൊരു ടാക്സി പിടിച്ചു പോവാം. ഉണ്ട്, നല്ല ക്ഷീണമുണ്ട് കുട്ടേട്ടന്. ഞാനും പറയുന്നത് അത് തന്നെയാണ്. ഒരു ടാക്സി പിടിച്ചു പോവാം. നമ്മുടെ വണ്ടി തൽക്കാലം സ്റ്റേഷനിൽ വെക്കാം. കുട്ടേട്ടൻ ചെല്ല്. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നു. കുട്ടേട്ടാ, ഫോൺ എടുത്തില്ല. എന്താ അവര് വരാത്തേ? ആര്? നമ്മുടെ മോനും മരുമോളും. മരുമോള്? അവള് കുറച്ചു കാലം മുമ്പ് നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയതാണെന്ന് കരുതാം. പക്ഷേ നമ്മുടെ മോനോ നല്ല അഭിനയം അല്ലേടി? എന്തൊക്കെയാ പറയുന്നേ? അവർ ഈ വയസ്സുകാലത്ത് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ മഹാത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതമാണ് ഇന്നിവിടെ നടന്നത്. അച്ഛന്റെയും അമ്മയുടെയും സന്തോഷമോർത്ത് അവരിപ്പോ ടാക്സിയായിട്ട് ഓടിക്കത ചെത്തുന്ന കരുതിയേ. പിന്നെ അവര് നമ്മളെ നാട് കാണിക്കാനല്ലടി, നാട് കടത്താൻ വന്നതാ, നടതള്ളാൻ. എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പരമാർത്ഥം ഒറ്റവാക്കിൽ പറയാം, മക്കൾക്ക് ഈ നമ്മളെ വേണ്ട. കുറെ നല്ല കാലത്തിനിപ്പുറം പ്രിയപ്പെട്ടതൊക്കെ അപ്രിയമായി, വിശ്വാസങ്ങളൊക്കെ അവിശ്വാസമായി, ബന്ധങ്ങളൊക്കെ ബന്ധനമായി. അവർക്ക് വേണ്ടി കാലത്തിന്റെ കറിക്കലങ്ങളിൽ വെന്തുരുകി വായ്ത്തടങ്ങൾക്ക് രുചി കൂട്ടി ഒടുവിൽ വലിച്ചെറിയപ്പെട്ടു. ഞാനും നീയും വെറും കറിവേപ്പില. ഇനി എന്റെയും നിന്റെയും വീട് കഴിവുള്ള ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുന്ന വൃദ്ധസദനം. അടയാളം അതിനുള്ള മറവിൽ ഇടകം ആ ഒരു കോടി കിനാവെന്തെന്നറിയാതെ പതിയാവിനോട് അടർന്നേ ദീവി അവളുടെ ഹൃദയത്തിൽ മണം തൂകി അണൈത്തേ മാരൻ. ഉടയവൻ ഇതിൽ പണിയാക്കി പിരിഞ്ഞേറ്റോ കരൾ ഉലകിലെ കൊതിയെല്ലാം പടയവൻ എടുത്തു കൊണ്ട സഹദോൻ തിരുനാമം
ഒളിന്തിൻ്റെ സമയത്ത് ദുആ ചെയ്ത് കരം നോക്കി തെളിന്ത് സ്തുതിയാൽ നടക്കട്ടെ നബിയോരി സദാ തുമ്പിൻ്റെ. തിരിച്ചുവരാം കഥകളും കാര്യങ്ങളും നേരം പോക്കുകളും ഒപ്പം ഉത്തരം ചൊല്ലി ഉയരത്തിലെത്താനും ഉള്ളം കയ്യിൽ പണം നേടി മനസ്സ് നിറയാനുമുള്ള ഈ പരമ്പരയിലേക്ക്. അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു കുമാരനെല്ലൂരിലെ കുഞ്ഞീബി എന്ന വീരാംഗനയുടെ ജീവിതഗാഥ. ബാലൻ മാഷിന്റെ കഥകളിലൂടെ നാം കണ്ട കുഞ്ഞീബി ഓരോ ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും പതറാതെ നേരിട്ട, ഒരാൾ പോലും തെരുവിന്റെ അനാഥന്റെ മേൽവിലാസം ചാർത്തി ഉറങ്ങരുതെന്ന തീരുമാനത്തെ മുന്നോട്ട് നയിച്ച പെൺനായിക. ക്ഷണിക്കാം, കാണാം നമുക്ക് ആ പെൺ പടയാളിയെ. കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതെന്ന് വെള്ളാരം കല്ലാമനമല്ലേ. ആമുഖങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും അതിരു കടക്കുന്നില്ല. കുഞ്ഞീബി എന്ന ഒരു നാടിന്റെ പൊന്നുമ്മ, നേരുമ്മ, തളരാതെ ഒരു പുതിയ വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. ആ സ്വപ്നം എന്തെന്ന് ഒന്ന് പങ്കുവയ്ക്കാം. പറയാം, നാളെയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത്. ഈ നാട് അല്ല, ഒരു നാടും ഇന്നേ വരെ കാണാത്ത ഒരു വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാട്ടോ ഇങ്ങനെ ഒരു ചടങ്ങ്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ ചടങ്ങായിരിക്കും. എല്ലായിടത്തും തറക്കല്ലിടാനും പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും ഒക്കെയാ ഇങ്ങനെ ഒരു വേദിയും സദസ്സും സംഘാടകത്തൊക്കെ ഉണ്ടാകുക. ഇതിപ്പോ അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും ഉണ്ടാക്കുന്നതിന് ഉദ്ഘാടനം ചടങ്ങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ ഒരു അഗതി മന്ദിരം പൊളിക്കുകയാണ് പോലും, അതിനും ഉദ്ഘാടനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി വരിക. മക്കളും മരുമക്കളൊന്നും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൂരത്തും അല്ല. ഇങ്ങനെ ഒരു അഗതി മന്ദിരം ഇവിടെ ഉണ്ടല്ലോ എന്ന് തന്നെയായിരുന്നു എന്റെ ഒരു ആശ്വാസം. ഇതിപ്പോ പൊളിക്കാൻ പോവാണ് പോലും. ആരും നോക്കാനില്ലാത്ത വയസ്സന്മാരൊക്കെ എവിടെ പോയി കിടക്കാനാ, എവിടെ പോയി കിടക്കാനാ, എവിടെ പോയി കിടക്കാനാ. അതെ, ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉയരുമ്പോൾ അവിടെ ഒരഗതി മന്ദിരം പൊളിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ ശരി. ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അമ്മ, ഉമ്മ, അത് വെറും രണ്ടക്ഷരല്ല മോനെ. ഒരു ജന്മം മുഴുവൻ തിരിച്ചും മറിച്ചും വായിച്ചാ തീരാത്ത വലിയൊരു പാഠപുസ്തകമാണ്. ഇവിടെ പിറവിയെടുത്ത ഓരോ ജന്മങ്ങൾക്കും പിന്നില് ഒരു പേറ്റുനോവിന്റെ അലമുറയുണ്ടെന്ന് മറന്നു പോയതുകൊണ്ടാണ്. അയൽവാസി അറിയാൻ അമ്മ, ഉമ്മ എന്ന് ഉറക്കെ വിളിക്കുന്നതിന് പകരം മനസ്സുകൊണ്ട് ആ ജന്മത്തിന്റെ കാതിൽ ഒരു വട്ടം ചേർത്തി പിടിച്ചെന്ന് പറയാൻ ഇവിടെ ആളുകളുണ്ടായാൽ ഇവിടെ അഗതി മന്ദിരങ്ങൾ ഉണ്ടാവുമോ? മടുപ്പ് തോന്നുമ്പോൾ അഴിച്ചു മാറ്റാൻ മുഷിഞ്ഞ കുപ്പായമാണോ നമ്മുടെ അമ്മ? നമ്മുടെ കൂടപ്പിറപ്പ്
അങ്ങനെ എല്ലാവരും ചിന്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ അഗതി മന്ദിരങ്ങളും അടച്ചുപൂട്ടണമെന്ന് പറയുന്നത്. കുഞ്ഞീബി ഒരു വെറും കുഞ്ഞീബി അല്ല, കാലം വായിക്കാതെ പോയ വലിയ പാഠങ്ങൾ കാട്ടിത്തരുന്ന ഒരു വല്ലീബി തന്നെയാണ്. ബാലാ, ഇവനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതെ ഉമ്മ, കുഞ്ഞീബി കുമാരനെല്ലൂരിന്റെ മാത്രമാവരുത്, ഈ ലോകത്തിന് മാതൃകയാവേണ്ടവരാണ്. ഈ പരിപാടി കാണുന്ന ഓരോരുത്തരും ആരെയും അനാഥരാക്കില്ല, അഗതികളാക്കില്ല എന്നു തീരുമാനിച്ചാൽ കുഞ്ഞീബി എന്ന ഈ നാടിന്റെ ഉമ്മ കണ്ട വലിയൊരു സ്വപ്നം അന്വർത്ഥമാവില്ലേ? ശരി, ഈ ഷോ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അവസാനമായി ഒരു നല്ല സന്ദേശ വർത്തമാനം. മനസ്സ് തളർന്നു പോയവന്റെ ശരീരവും ശരീരം തളർന്നു പോയവന്റെ മനസ്സും ചേർത്ത് പിടിക്കുക. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ. അതെ, കുഞ്ഞീബി ഒരു കഥാപാത്രം മാത്രമല്ല, കാലത്തിന്റെ താളിൽ എന്നും അടയാളപ്പെടേണ്ട നേരിന്റെ മുഖമാണ്, സാന്ത്വനത്തിന്റെ തണലാണ്. ഒറ്റപ്പെട്ടുപോയവന്റെ ദുഃഖം നമ്മളുടെയും ദുഃഖമാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ തളർന്നു പോയവന്റെ ഊന്നുവടിയാവാൻ ഒരു മതത്തിൻ്റെയും നിറഞ്ചാലിച്ച കൊടികളുടെയും ആശ്രയം ആവശ്യമില്ലെന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ ഈ തണൽ മരച്ചോലയിൽ നമുക്ക് ചേർന്നിരിക്കാം. എൻ്റെ പേര് ദീപു. ഞാനിപ്പോൾ ഒരു 7-8 വർഷത്തോളമായിട്ട് തണലിലെ നമ്മുടെ ഇതുപോലെ കണ്ണൂർ പോലെ തന്നെ കോഴിക്കോട്, വയനാട്, വടകര കുറേ സെൻ്ററുകളിൽ, സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ആർട്സ് നാടകങ്ങൾ ചെയ്യുന്നത്. കാരണം കുറേ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ നമുക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ നാടകം പോലുള്ള ഒരു മാധ്യമത്തിനാണ് കൂടുതലും സാധ്യത എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് അവരിലേക്ക് ഒരു നാടകം പകർത്തി എഴുതാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നാടകം, അതുപോലെ തന്നെ പാട്ട്, ചിത്രരചന, മാജിക്, ഇത്തരം സംഗതികളെല്ലാം നമ്മുടെ കുട്ടികളിൽ കൃത്യമായിട്ട് ഉണ്ട്. അതിനെ നമുക്ക് ഒന്നുകൂടി പരിപോഷിപ്പിക്കാനും കൃത്യമായിട്ട് അതിനെ അരങ്ങിലേക്ക് എത്തിക്കാനും എല്ലാ ആളുകളെയും പോലെ തന്നെ കഴിവുള്ളവർ തന്നെയാണ് ഇവരെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഈ നാടകം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള കുറേ നാടകങ്ങൾ നമ്മുടെ തണലിലെ പല സെൻ്ററുകളായിട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ തൊട്ട് മുമ്പിട്ടുള്ള വർഷം ചിരിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നൊരു നാടകവുമായി നമ്മുടെ കുട്ടികൾ, രക്ഷിതാക്കൾ, ടീച്ചേഴ്സിന് എല്ലാവരുടെയും വെച്ചിട്ട് ബഹറിൽ 4 വേദികളിലായിട്ട് നമ്മൾ ഈ കുട്ടികളുടെ ചിരിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സമ്മാനം എന്ന് പറയുന്ന സ്ഥാനം ദൈവത്തിൻ്റെ ഒരു വലിയൊരു വരദാനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇത്തരം കുട്ടികളുമായിട്ട് അവരുമായിട്ട് ഇടപെട്ട് അവരുമായിട്ട് കളിച്ച് ചിരിച്ച് അവരിൽ നിന്ന് പുതിയൊരു നാടകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം തുടർന്നും അടുത്ത ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഡൽഹിയിൽ കുട്ടികളുടെ പുതിയൊരു നാടകം അരങ്ങേറാനുള്ള പുതിയൊരു അണിയറ പ്രവർത്തനത്തിലാണ് തണലിൻ്റെ എല്ലാ കുട്ടികളും, രക്ഷിതാക്കളും, അധ്യാപകരും. ഇത് 3ാമത്തെ വേദിയിലാണ് ഈ ഓടാമ്പൽ അവതരിപ്പിക്കുന്നത്. ആദ്യം നമ്മുടെ കാഞ്ഞിരോട് ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഓടാമ്പൽ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് തണലിൻ്റെ തന്നെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് JDT ഹാളിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ 3ാമത്തെ വേദിയിലേക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു നാടകം. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വേദികളിൽ അവതരിപ്പിച്ച നാടകത്തിന് ഇത്ര ദൈർഘ്യമില്ലായിരുന്നു. 45-50 മിനിറ്റുള്ള നാടകമായിരുന്നു. അതിലേക്ക് ബാക്കി ഭാഗങ്ങളും കൂടി, കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ നാടകം ഒരു 1.5 മണിക്കൂറുള്ള ഒരു നാടകമാക്കി മാറ്റിയിരിക്കുന്നത്.
പരിപൂർണമായും ഇതിൽ എൻ്റെ ഒരു നാടകം എന്നുള്ള ഒരർത്ഥത്തിനേക്കാൾ അപ്പുറം അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ വലിയൊരു വിയർപ്പ് ഈ നാടകത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. കടുവ കണ്ണു കലങ്ങുന്നേ